ആംഗിൾസ് ഇല്ലേടാ, കോണുകൾ. നമുക്ക് രണ്ട് വരകൾ ചേർത്ത് വെച്ചിട്ട് അതിനെ കോണെന്ന് വായിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ കോണിന്റെ അളവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ. അത് തുടങ്ങുന്നത് എവിടെയാണ്? ഈ വരകൾ ചേരുമ്പോൾ. ഹലോ, നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു ക്ലാസ് ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സിന്റെ ലിസ്റ്റായിട്ടങ്ങ് വിചാരിച്ചാൽ മതി. ഈ ലിസ്റ്റ് കണ്ടിട്ട് ഭയപ്പെടുകയും ചെയ്യരുത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ LDC പരീക്ഷയ്ക്ക് SCRT പഠിക്കണം, SCRT പഠിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട് അല്ലേ. എന്നാൽ ഏതൊക്കെ പാഠം പഠിക്കണം എന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സയൻസിനകത്തുള്ള യൂണിറ്റ്സും എല്ലാം നമുക്ക് മിക്കവാറും അറിയാം. എന്നാൽ മാത്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഏതൊക്കെ യൂണിറ്റ്സ് പഠിക്കണം എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഒറ്റ മറുപടിയുള്ളൂ: എല്ലാ യൂണിറ്റ്സും പഠിച്ചാൽ അത്രയും നല്ലത്. നമുക്ക് ഒഴിവാക്കി നിർത്താനുള്ള കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, അവരെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സിലബസിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചോദിക്കുന്നത് പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയോട് ആ നിലവാരത്തിലുള്ള ഇപ്പൊ ആ ഒരു സിലബസിനകത്തു നിന്നുള്ള ടോപ്പിക്സ് അല്ലാതെ ഒരു ചോദ്യം വന്നാൽ അയാൾ എന്തായാലും ചെയ്തേ മതിയാവും. എന്താ കാരണം എന്നറിയോ? ടെക്സ്റ്റ് ബുക്കാണ് എപ്പോഴും നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സിലബസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ LDC മെയിൻസ് പരീക്ഷ എടുത്ത് നോക്കിയാൽ നമ്മുടെ പരീക്ഷയ്ക്ക് പോളിനോമിയൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പരാതി പറയാൻ പറ്റുമോ? ഇല്ല. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എന്തുണ്ട്? ഈ പറയുന്ന പോളിനോമിയൽസ് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യമാണ്, ചില യൂണിറ്റ്സ് മാത്രമേ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൂ. ബാക്കിയുള്ള യൂണിറ്റ്സ് എല്ലാം നമുക്ക് പഠിക്കേണ്ടി വരും. എന്നാൽ ഈ പറയുന്ന യൂണിറ്റ്സ് ഒക്കെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ്സ് ആണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള യൂണിറ്റ്സ് ഒന്ന് ഓടിച്ചു നോക്കുകയാണേ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 5ാം ക്ലാസ്സിൽ തുടങ്ങാം. റെഡിയാണല്ലോ? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വേണമെങ്കിൽ ഇതൊന്ന് വീഡിയോ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ടോളൂ. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആ യൂണിറ്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. 5ാം ക്ലാസ്സിൽ നിന്നാണ്. 5ാം ക്ലാസ്സിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞത് സംഖ്യാലോകം. സംഖ്യകളെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ആ ഒരു യൂണിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും സിലബസ് സ്റ്റാർട്ട് ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഈ പറയുന്ന സംഖ്യാലോകം. ഉറപ്പായിട്ട് സംഖ്യാലോകം പഠിച്ചേ മതിയാവൂ. പിന്നെ പറയുന്നത് വരകൾ ചേരുമ്പോൾ എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റാ. അത് ശരിക്കും ജോമെട്രിയുടെ ഭാഗത്തേക്കാണ് കടക്കുന്നത്. ആംഗിൾസ് ഇല്ലേടാ, കോണുകൾ. നമുക്ക് രണ്ട് വരകൾ ചേർത്ത് വെച്ചിട്ട് അതിനെ കോണെന്ന് വായിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ കോണിന്റെ അളവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ. അത് തുടങ്ങുന്നത് എവിടെയാണ്? ഈ വരകൾ ചേരുമ്പോൾ. 2 വരകൾ ചേർത്ത് വെച്ച് നമ്മൾ കോണുണ്ടാക്കുന്ന പോലെ. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ബേസിക് കാര്യങ്ങളാണ്. ഇന്നത്തുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കണ്ട. ആ ഒരു യൂണിറ്റ് എടുത്തു നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ബോക്സിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ചെറിയ ബോക്സസ് ഉണ്ട്. ആ ബോക്സസ് ഒന്ന് വായിച്ചു വെക്കുക. കാരണം ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ബോക്സിനകത്തുള്ള കണ്ടന്റ്സ് മാത്രം നമുക്ക് ആവശ്യം വരും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ വരകൾ ചേരുമ്പോൾ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് പൂർണ്ണമായി നിങ്ങൾ പഠിക്കണ്ട. അതിനകത്തുള്ള ബോക്സസ് മാത്രം ഒന്ന് ഓടിച്ച് കവർ ചെയ്താൽ മതി. ബാക്കി നമ്മുടെ ടോപ്പിക്ക് ക്ലാസ്സുകളും കൂടെ നോക്കുമ്പോൾ സെറ്റ് ആവും. ഭാഗം വയ്ക്കൽ എന്ന് പറയുന്ന യൂണിറ്റിന്റെ പ്രത്യേകത ഭിന്നസംഖ്യ എവിടെയാണ് തുടങ്ങുന്നത്? നമ്മുടെ സിലബസിനകത്ത് തന്നെ ഭിന്നസംഖ്യകളെ കുറിച്ചും ദശാംശ സംഖ്യകളെ കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഭിന്നസംഖ്യകൾ തുടങ്ങുന്നത് ഈ ഭാഗം വയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 5ാമത്തെ യൂണിറ്റിൽ കണ്ടായിരുന്നോ ഭാഗങ്ങളുടെ സംഖ്യ? അതും ഭിന്നസംഖ്യയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 8ാമത്തെ യൂണിറ്റ് നിങ്ങൾ കണ്ടോ? ഭാഗങ്ങൾ ചേരുമ്പോൾ. അപ്പൊ ഏതൊക്കെ യൂണിറ്റാ? 3ാമത്തെ യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റ്, 8ാമത്തെ യൂണിറ്റ്. ഇതെല്ലാം ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ്സ് ആണ്. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കണം.
കാരണം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഈ 3 യൂണിറ്റുകളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ യൂണിറ്റ്സ് ഉറപ്പായിട്ട് നോക്കണം. പിന്നെ ഉള്ളത് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠമാണ്. വൃത്തം പഠിച്ചു തുടങ്ങുന്നത്, വൃത്തത്തിന്റെ കേന്ദ്രകോണിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ഈ പാഠത്തിലാണുള്ളത്. അവിടെയും ഞാൻ പറയുന്നു, നിങ്ങളിത് മുഴുവനായിട്ട് കാണാതെ പഠിക്കാനോ അതിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും വരച്ചു നോക്കാനോ നിൽക്കണ്ട. അപ്പൊ വരച്ചു നോക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷെ അതിപ്പോ നിങ്ങൾ തൽക്കാലം നോക്കണ്ട. ഈ വൃത്തങ്ങളുടെ ഈ യൂണിറ്റിലും ബോക്സസ് ഇല്ലേ, അത് മാത്രം നോക്കിയാൽ മതിയാവും. അപ്പൊ അത്യാവശ്യം നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനുള്ള സാധനം ആ ബോക്സസിനകത്ത് നിന്ന് കിട്ടും. പിന്നെ അടുത്ത് പറയുന്നത് പരപ്പിന്റെ അളവ്, പരപ്പളവ് എന്ന് നമ്മൾ പറയാറില്ലേ, ഏരിയ. ഓക്കെ, അതും സെയിം ആണ്. ഇപ്പൊ ഈ ജിയോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ യൂണിറ്റ്സ് ഒന്നും മുഴുവനായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. മറ്റേത് നമ്മളിപ്പോ ഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ഞാൻ ഒന്നും ഒഴിവാക്കാൻ പറയത്തില്ല, എല്ലാം നമ്മൾ നോക്കണം. പക്ഷെ ഇത്തരം യൂണിറ്റ്സ്, ചില യൂണിറ്റ്സ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിനകത്തുള്ള ബോക്സസ്, ആ ബോക്സസിന്റെ താഴെയായിട്ട് 1-2 എക്സാമ്പിൾസ് കൊടുത്തേക്കും, അത് മാത്രം നോക്കിയാലും മതിയാവും. അപ്പൊ ഈ പരപ്പിന്റെ അളവ് നമ്മൾ അത്തരത്തിൽ നോക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് തന്നെ പരപ്പിന്റെ അളവ് എന്ന് പറയുന്ന യൂണിറ്റ് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ രൂപങ്ങൾ തന്നിട്ട് അതിന്റെ പരപ്പളവ് കണ്ടെത്താമോ എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മളെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. പരപ്പിന്റെ അളവ്, ബോക്സസ്, അതിനോടൊപ്പമുള്ള എക്സാമ്പിൾസ്, ചെറിയ ചെറിയ ഇമേജസ്, അതും കൂടെ നോക്കിക്കോ കേട്ടോ. പിന്നെ വരുന്നത് സംഖ്യകൾക്കുള്ളിൽ എന്നുള്ളതാണ്. ആ സംഖ്യകൾക്കുള്ളിൽ എന്ന് വെച്ചാൽ സംഖ്യകളുടെ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ LCM HCF ബേസ് ഒക്കെ ഈ യൂണിറ്റിനകത്താണ് വരിക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു യൂണിറ്റ് 6ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഈ 7ാമത്തെ യൂണിറ്റ് പഠിക്കണം. അത് കഴിഞ്ഞ് ചിത്രങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ആണ്. അതിനകത്ത് ശരിക്കും നമ്മൾ ഇമേജസ് ഇല്ലേ, അതായത് തന്നിരിക്കുന്ന ഡാറ്റയെ ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ് ഒക്കെ ആക്കി നമ്മൾ മാറ്റാറില്ലേ, അതിന്റെ സ്റ്റാർട്ടിങ് ആണ്. ഒരു ഇമേജ് തന്നിട്ട് അതിൽ നിന്ന് ഡാറ്റ എഴുതാനുള്ളതാണ്. അത് പൊതുവേ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യം വരാറില്ല. അപ്പൊ അതുകൊണ്ട് ആ യൂണിറ്റ് വേണ്ട. രക്ഷപ്പെട്ടല്ലേ? 5ാം ക്ലാസ്സിൽ ഒരു യൂണിറ്റ് ഒഴികെ ബാക്കിയെല്ലാം നോക്കണം എന്നാണ്. പക്ഷെ മറ്റ് യൂണിറ്റുകൾ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് സെറ്റായോ? ഓക്കെ, 6ാം ക്ലാസ്സിലോട്ടൊന്ന് പോവാം. 6ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ യൂണിറ്റ് കോണുകൾ എന്നാണ്. നമ്മൾ നേരത്തെ വരകൾ ചേരുമ്പോൾ അവിടെ നിന്ന് ശരിക്കും കോണ് എന്ന് പറയുന്ന വേർഡിലേക്ക് വരുന്നത് ഇവിടുത്തെ ആദ്യത്തെ യൂണിറ്റിലാണ്. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചാൽ മതി, അവിടെ പഠിച്ചതുപോലെ ജസ്റ്റ് ആ ബോക്സസ് പഠിക്കുക, അതിനകത്തുള്ള കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ബോക്സസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 1-2 പടമൊക്കെ വരച്ച് നോക്കിയിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ എൻട്രി ആപ്പിൽ തന്നെ SCRT ക്ലാസ്സസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെയുള്ളത് ശരാശരി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ശരാശരി യൂണിറ്റ് എന്ന് വെച്ചാൽ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. പലരും ഈ UP ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി വളരെ സിമ്പിൾ ആയിട്ട് ഈ ചോദ്യങ്ങളെ കളയാറുണ്ട്, അല്ലെങ്കിൽ ആ യൂണിറ്റിലെ കണ്ടന്റിനെ കളയാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഈ ശരാശരി എന്ന് പറയുന്നത് നമുക്ക് ലെവൽ പരീക്ഷകളിൽ പോലും ഉപയോഗിക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള സംഗതിയാണ്, ശരാശരി. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ശരാശരി എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് എല്ലാ പരീക്ഷകൾക്കും ആവശ്യമുള്ളതാണ്. അപ്പൊ 6ാം ക്ലാസ്സിലെ ശരാശരി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്തോ. ഓക്കെ, അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലെ തന്നെ ഭിന്നസംഖ്യകൾ ഒരു യൂണിറ്റും കൂടെ കിട്ടിയോ, ഭിന്നസംഖ്യകൾ. 5ാം ക്ലാസ്സിൽ 3 യൂണിറ്റുകൾ ഭിന്നസംഖ്യ, 6ാം ക്ലാസ്സിലെ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. അങ്ങനെ ഈ 4 യൂണിറ്റുകൾ കംപ്ലീറ്റ് പഠിച്ചു വരുമ്പോൾ ഭിന്നസംഖ്യ നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, ഈ ഭിന്നസംഖ്യ തീരുന്നതോടുകൂടി ഇവിടുന്ന് ദശാംശ സംഖ്യ തുടങ്ങും. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് നോക്കാനുള്ളത് വ്യാപ്തം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പൊ വ്യാപ്തത്തിനെ കുറിച്ച്, വ്യാപ്തം എന്ന് വെച്ചാൽ എന്താണ്, വോളിയം എന്ന് നമ്മൾ പറയാറില്ലേ, ഈ വോളിയത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പരപ്പിന്റെ അളവ് തുടങ്ങി. അവിടെ എന്തായിരുന്നു, വിസ്തീർണം തുടങ്ങി. ഇവിടെയാണെങ്കിലോ വ്യാപ്തം തുടങ്ങും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വിട്ടുപോകരുത്. പിന്നെ ഉള്ളത് ദശാംശ രൂപങ്ങൾ, സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലാണ്. അപ്പൊ ഇവിടെ മുതൽ നമ്മൾ എന്ത് തുടങ്ങാണ്, ദശാംശ സംഖ്യകൾ തുടങ്ങുകയാണ്. അതിനകത്ത് തന്നെ 7ാമത്തെ യൂണിറ്റ് നോക്കിയാൽ ദശാംശ രീതി എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ പഠിക്കുന്ന അതേ കാര്യങ്ങൾ, ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അടുത്ത ലെവലിലുള്ള ചോദ്യങ്ങളായിട്ട് ദശാംശ രീതി പഠിച്ചേ മതിയാവും. ഓക്കെ, തൊട്ട് മുമ്പ് 5ാം ക്ലാസ്സിൽ നമ്മൾ സംഖ്യകൾക്കുള്ളിൽ എന്ന് പറയുന്ന ഒരു പാഠം പഠിച്ചില്ലേ?
പഠിച്ചു. അതിനെ കൊണ്ട് അല്ലെ, അവിടെ നമ്മൾ സംഖ്യകളും സംഖ്യകളുടെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ എന്ത് ഘടകങ്ങൾ വരുന്നുണ്ട്, അടിസ്ഥാന വിവരങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് 6ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് സംഖ്യകൾ. പഠിച്ചേ മതിയാവും, ഉറപ്പായിട്ടും പഠിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് കോണുകൾ ചേരുമ്പോൾ. നേരത്തെ നമ്മള് ചേരുമ്പോൾ ഇവിടെ വന്നു, കോണുകളിൽ വന്നു. കോണുകളിൽ നിന്ന് ഇപ്പൊ കോണുകൾ ചേരുന്നു. കോണുകൾ, 2 കോണുകൾ ചേർത്ത് വെച്ചാൽ എത്ര ഡിഗ്രി, 2 കോണുകൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയാൽ എത്ര വീതം കിട്ടും, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതെല്ലാം ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരിക. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നൂറിൽ എത്ര. നൂറിൽ എത്ര എന്ന് വെച്ചാൽ നമ്മൾ ശതമാനം എന്ന് പറയാറില്ലേടാ. നമുക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഇപ്പൊ പലിശ, അതുപോലെ തന്നെ എന്താണ് പലിശയോടൊപ്പം നമ്മൾ ലാഭവും നഷ്ടവും പഠിക്കാറുണ്ട് അല്ലെ. പലിശ തന്നെ 2 തരത്തിലുണ്ട്, സാധാരണ പലിശ, കൂട്ടുപലിശ. അതുപോലെ നമ്മൾ എന്ത് പഠിക്കാറുണ്ട്, ലാഭവും നഷ്ടവും പഠിക്കാറില്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ നോക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നൂറിൽ എത്ര എന്ന് പറയുന്ന യൂണിറ്റ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് ശതമാനത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റാ. ശതമാനം, പെർസെന്റേജ് നമ്മൾ പറയൂലേ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൂറിൽ എത്ര പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് അക്ഷരഗണിതം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അത് ശരിക്കും ഓൾജിബ്രയാണ്. ഓൾജിബ്ര എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു സംഖ്യയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ മാത്രം തന്നു, എന്നിട്ട് ആ സംഖ്യയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളൊരു ചോദ്യം വരാറില്ലേ. അപ്പൊ നമ്മൾ സംഖ്യയെ എക്സ് എന്ന് എടുക്കുന്നു, എന്നിട്ട് അതിനെ ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് നമ്മൾ എക്സിന്റെ മൂല്യം കണ്ടെത്തൂലേ. ഇതിന് നമ്മൾ ഓൾജിബ്ര എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഓൾജിബ്ര നമ്മുടെ സിലബസിലുള്ള കാര്യമല്ല, പക്ഷേ നമ്മൾ ഓൾജിബ്ര പഠിക്കണം. കാരണം സംഖ്യകളുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം ചോദ്യങ്ങളും, നമ്മുടെ PSC ചോദിക്കുന്ന 60% ചോദ്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഓൾജിബ്ര ഉപയോഗിക്കുന്നുണ്ട്, അതായത് വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അക്ഷരഗണിതം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന സ്ഥിതി വിവര കണക്കുകൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ്. അത് ശരിക്കും എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ ചിത്രങ്ങൾ വായിക്കാം അല്ലെങ്കിൽ ചിത്രങ്ങൾ പഠിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയായിട്ട് വരുന്ന യൂണിറ്റ് ആണ്. അതെടുക്കണമെന്നില്ല, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈമൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാം. അതെന്താന്ന് വെച്ചാൽ ഈ മീഡിയൻ, മോഡ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്നുണ്ട്, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും. അതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് ഇവിടെ തുടങ്ങുന്നത്. അത് വലിയ പ്രാധാന്യമുള്ളതല്ല. ഇപ്പൊ നമുക്ക് LP UP പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ യൂണിറ്റ് കൂടി എന്തായാലും നോക്കിയേ മതിയാവും കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 100ൽ എത്ര കഴിഞ്ഞു, അത് കഴിഞ്ഞ് അക്ഷരഗണിതം. അക്ഷരഗണിതത്തിന്റെ ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഓൾജിബ്രയുടെ ബേസിക് തുടങ്ങുന്ന എവിടെയാണ്. അപ്പൊ ഈ യൂണിറ്റും കൂടെ ഒന്ന് നോക്കുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ, 1ാമത്തെ ആള് ശരാശരിയാണ്. ഓക്കെ, 2ാമത്തെ ആള് 100ൽ എത്ര അല്ലെങ്കിൽ ശതമാനം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ആരാ, അതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഭിന്നസംഖ്യയുടെ ബാക്കിയായിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്, അതിന്റെ ബാക്കിയായിട്ട് ദശാംശം കൂടി പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 6ാം ക്ലാസ്സിൽ നോക്കുക. കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടോ വെച്ചോളൂ. പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ കോണുകൾ ചേരുമ്പോൾ, 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോലെ കോണുകളെ കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ കൺസെപ്റ്റുകൾ ക്രോഡീകരിച്ച് വരുന്ന ബോക്സസോ അതിന്റെ എക്സാമ്പിൾസും മാത്രം നോക്കിയാൽ മതി. പാഠം മുഴുവൻ വായിച്ചിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി സമാന്തര വരകൾ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. അതായത് പാരലൽ ലൈൻസ് തമ്മിൽ കട്ട് ചെയ്യുന്ന ആംഗിൾസിനെ കുറിച്ചൊക്കെയുള്ള സംഗതികളാണ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യണ്ട, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ആ ബോക്സസ് വായിച്ചു പോവാം കേട്ടോ. അല്ലാതെ അതിനകത്തുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ബോക്സസിലൂടെ ഒന്ന് വായിച്ചു പോവുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഓൾജിബ്ര പറഞ്ഞില്ലേ അല്ലെ, ഓൾജിബ്രയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരുന്നതാണ്. അതായത് ചില ഓപ്പറേഷൻസ്, നമ്മളിപ്പം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ സംഖ്യകളുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. ഇതിലുള്ള ചില പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. ഇത് പൊതുവെ നമ്മൾ ഈ ബന്ധങ്ങളെ തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് പൊതുവെ പരീക്ഷ ഹാളിൽ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് പ്രത്യേകിച്ച് എടുത്തു വെക്കാനായിട്ടൊന്നും തന്നെ പഠിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ യൂണിറ്റ് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂണിറ്റ് ആണ് ആവർത്തന ഗുണനം. 4ാമത്തെ യൂണിറ്റ് ആവർത്തന ഗുണനം. എക്സ്പോണൻസ് കേട്ടിട്ടുണ്ടോ? കൃത്യംഗ നിയമങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ സിലബസിനകത്ത് അതാ സാധനം.
കേട്ടോ. അപ്പൊ ആവർത്തന ഗുണനം എന്ന് പറയുന്ന ഒരു യൂണിറ്റിനകത്ത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? എക്സ്പോണന്റ് റൂൾസിന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് പഠിച്ചേ മതിയാവൂ, എല്ലാവരും പഠിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ത്രികോണത്തിന്റെ പരപ്പളവ് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആട്ടോ. ത്രികോണത്തിന്റെ പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഈ ജോമെട്രി യൂണിറ്റുകളും പഠിക്കുന്ന പോലെ തന്നെ ബോക്സസ് പഠിക്കുക, അതിന്റെ സൈഡ് ബോക്സസ് പ്രത്യേകം നോക്കുക, കാരണം ഇതിന്റെ സൈഡ് ബോക്സസിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ അതിന്റെ എക്സാമ്പിൾസ് നോക്കുക. അപ്പൊ ബോക്സസ് നോക്കുക, അതിന്റെ സൈഡിൽ ഉള്ള ബോക്സസ് നോക്കുക, ഈ ബോക്സസിനകത്ത് തന്നേക്കുന്ന കൺസെപ്റ്റിന്റെ എക്സാമ്പിൾസ് നോക്കുക. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് വർഗവും വർഗമൂലവും. ഇങ്ങനെ തന്നെ നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിനകത്തും LGSന്റെ സിലബസിനകത്തും കാണാം. പക്ഷെ LDC സിലബസിനകത്ത് നിങ്ങൾക്ക് ഒരിക്കലും വർഗവും വർഗമൂലവും ഒന്നും തരാറില്ല, അല്ലെ? സിലബസിൽ തരാറില്ല. പക്ഷെ ആ ഭാഗത്തുനിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്, അല്ലെ? അപ്പൊ ഈ കൃത്രിമ നിയമങ്ങൾ പോലെ വളരെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഉറപ്പായിട്ടും പഠിക്കാം. വേഗത്തിന്റെ കണക്ക് എന്ന് വെച്ചാൽ സ്പീഡ്, സമയം, ദൂരം, ഇവരെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറില്ലേ? ഉണ്ട്. അതുപോലെ ട്രെയിൻ ചോദ്യങ്ങൾ വരാറില്ലേ? ഉണ്ട്. അതെല്ലാം നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലെ വേഗത്തിന്റെ കണക്ക് എന്ന് പറയുന്ന യൂണിറ്റിലാണ് പഠിക്കുന്നത്. പിന്നെ വരുന്നത് ത്രികോണ നിർമ്മിതി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അത് നമുക്ക് വേണ്ട കേട്ടോ. ത്രികോണ നിർമ്മിതി എന്ന് പറയുന്ന യൂണിറ്റ് വേണ്ട. ഇത് പഠിക്കാതെ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ ടോപ്പിക് ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് അംശബന്ധം. സിലബസിനകത്ത് നമുക്ക് അംശബന്ധം തന്നിട്ടില്ല എങ്കിൽ പോലും ചോദ്യങ്ങൾ വരാറില്ലേ? പക്ഷെ നമ്മുടെ LDC സിലബസിനകത്ത് മെയിൻ സിലബസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ LDC സിലബസ് നോക്കുമ്പോൾ അതിനകത്ത് അംശബന്ധം ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും പഠിക്കുക, പഠിച്ചേ മതിയാവൂ. അടുത്തത് പണമിടപാടുകൾ. പണമിടപാടുകൾ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ലാഭം നഷ്ടം വരുന്നുണ്ട്, അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, സാധാരണ പലിശ. ഓക്കെ, കൂട്ടുപലിശ വേറെ വരുന്നുണ്ട്. ഇതിനകത്ത് ലാഭവും നഷ്ടവും വരുന്നുണ്ട്, ഡിസ്കൗണ്ട് വരുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഏത് യൂണിറ്റിലാ? 10ാമത്തെ യൂണിറ്റ്. ഏത് ക്ലാസ്? 7ാം ക്ലാസ്. അടുത്ത് വരുന്നത് സംഖ്യകളും ബീജഗണിതവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീജഗണിതം തൊട്ട് മുമ്പ് പറഞ്ഞ ഓൾജിബ്രയുടെ ബാലൻസ് ആണ് ഇവിടെ. ഇത് നോക്കിക്കോണം. ഇതിനകത്തുള്ള എക്സാമ്പിൾ ചോദ്യങ്ങൾ എല്ലാവരും നോക്കിക്കോണം, നമുക്ക് ആവശ്യം വരും കേട്ടോ. സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും ഈ യൂണിറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോക്സസ് കണക്കാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ചതുരങ്ങളും സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ, പൈതഗോറസ് സിദ്ധാന്തം എങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പൈതഗോറസ് സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കാണാറില്ലേ? അതെല്ലാം ഈ യൂണിറ്റ് കണക്ട് ചെയ്ത് വരുന്നതാണ്. വിടരുത്, പഠിച്ചോണം കേട്ടോ. പിന്നെ പറയുന്നത് പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. നെഗറ്റീവ് സംഖ്യകൾ തുടങ്ങുന്നത് ഇവിടെയാണ് കേട്ടോ. നെഗറ്റീവ് സംഖ്യകൾ തുടങ്ങുന്നത് ഈ ഏരിയയിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ യൂണിറ്റും പഠിച്ചോണം കേട്ടോ. അതുപോലെ തന്നെ അവസാനം വൃത്ത ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ വൃത്തമൊക്കെ വരച്ചിട്ട് അങ്ങനത്തെ ഗ്രാഫ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളത്? അത് നമ്മുടെ പരീക്ഷകളിൽ അങ്ങനെ സർവ്വസാധാരണമല്ല. ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ടൈം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് മറിച്ച് നോക്കാം. ഇന്നത്തെ ഡാറ്റ എങ്ങനെയാണ് ഒരു വൃത്തത്തിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒരു വൃത്തത്തിലെ കുറച്ച് ഡേറ്റ തന്നിട്ട് ഇതിനകത്തുനിന്ന് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ഭാഗം അത് കണ്ടെത്താമോ എന്നൊക്കെ ചോദിച്ചാലോ കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയെന്നുണ്ടല്ലോ? ഏതൊക്കെയാ? ഒന്ന്, ആവർത്തന ഗുണനം ഏറ്റവും ഇമ്പോർട്ടന്റ്, വർഗങ്ങളും വർഗമൂലവും ഇമ്പോർട്ടന്റ്, വേഗത്തിന്റെ കണക്ക് വളരെ ഇമ്പോർട്ടന്റ്, പിന്നെ വരുന്നത് അംശബന്ധം നോക്കിക്കോണം, അതിന്റെ കൂടെ പണമിടപാടുകൾ ഉറപ്പായിട്ട് നോക്കണം, വരുന്നത് പുതിയ സംഖ്യകൾ. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്. എന്റെ കൂടെ തന്നെ പോന്നോട്ടെ. സെറ്റാണോ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു യൂണിറ്റിലേക്ക് പോവാണ്. അടുത്ത യൂണിറ്റ് എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 8ാം ക്ലാസ് ആണ്. അപ്പൊ 8ാം ക്ലാസ്സിൽ കാണിക്കുന്ന സ്ലൈഡ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതിനകത്ത് ഞാൻ അതുപോലെ എടുത്തു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിലോ അതിന്റെ PDF ഉണ്ടെങ്കിലോ ഇതേ ഓർഡറിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് തന്നെ എടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. തുല്യ ത്രികോണങ്ങൾ എന്നാണ്. അത് ത്രികോണങ്ങൾ തുല്യമായത്. നമുക്ക് ഈ LP-UP പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുമ്പോൾ 2 ത്രികോണം തന്നിട്ട് അതുപോലത്തെ കോണുകൾ കണ്ടെത്താമോ, അതിന് സമാനമായ സൈഡ്സ് കണ്ടെത്താമോ എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പരീക്ഷകളിൽ LDC പരീക്ഷകളിൽ നേരത്തെയൊക്കെ ഞാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇമേജ് തന്നിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ പറഞ്ഞ പോലെ ബോക്സസ് ഒന്ന് നോക്കി വെച്ചോളൂ.
ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. പിന്നെ സമവാക്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓൾജിബ്ര നേരത്തെ പറഞ്ഞില്ലേ, ബീജഗണിതം, അതിന്റെ അടുത്ത ലെവല. ചില ബേസിക് ആയിട്ടുള്ള ഡാറ്റ മാത്രം തന്നിട്ട് ആ സംഖ്യയിലേക്ക് അല്ലെങ്കിൽ മൂല്യത്തിലേക്ക് മടങ്ങാനായിട്ട് എക്സിന്റെ വില കണ്ടെത്തുക, വൈയുടെ വില കണ്ടെത്തുക, ഇതൊക്കെ വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സമവാക്യങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ. പിന്നെ വരുന്നത് ബഹുഭുജങ്ങൾ. ഉറപ്പായിട്ടും പഠിച്ചു നോക്കുക. ബഹുഭുജങ്ങൾ എന്ന് വെച്ചാൽ എന്താ? മൂന്നോ അതിലധികമോ വശങ്ങളുള്ള രൂപങ്ങളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ. ഇതിനെല്ലാം പേര് ത്രികോണങ്ങൾ, ചതുർഭുജങ്ങൾ, പഞ്ചഭുജങ്ങൾ, ഷഡ്ഭുജങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിടുന്ന സംഗതിയൊക്കെ ഇല്ലേ, ഇവിടെ തുടങ്ങുന്നു. ബഹുഭുജം ഉറപ്പായിട്ടും ബോക്സ് മാത്രമല്ല, ഓവറാൾ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നത് സർവസമവാക്യങ്ങൾ. നമ്മൾ ഐഡന്റിറ്റീസ് പഠിക്കാറില്ലേ, പഠിക്കുന്ന സിനിമ എന്താ? ബബ്ബ അറിയത്തില്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി എ മൈനസ് ബി, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, അങ്ങനെയൊക്കെ കുറെ സംഗതികൾ പഠിക്കുന്നില്ലേ? ആ ഐഡന്റിറ്റീസ് എല്ലാം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു യൂണിറ്റിനകത്തുനിന്ന് കിട്ടും. ഇതിനകത്തുനിന്നുള്ള ചോദ്യങ്ങൾ നേരിട്ട് തന്നെയാണ് പലപ്പോഴും PSC ചോദിക്കാറുള്ളത്. എടുത്തോ, വേണം. പണവിനിമയം, പലിശയുടെ അടുത്ത വേർഷൻ. നേരത്തെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടുപലിശയിലേക്ക് വരുന്നത് എവിടെയാണ്? 8ാം ക്ലാസ്സിലെ പണവിനിമയം എന്ന യൂണിറ്റിലാണ്. ഉറപ്പായിട്ടും പഠിക്കണം. ഇനി അടുത്തത് ചതുർഭുജങ്ങളുടെ നിർമ്മിതി. ഈ ചതുർഭുജങ്ങളുടെ നിർമ്മിതി നമുക്ക് ആവശ്യമില്ല, പക്ഷെ ചതുർഭുജങ്ങളുടെ പലതരത്തിലുള്ള വേർഷൻസ്, അതായത് ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, ഓക്കെ, അങ്ങനെയുള്ള സംഗതികളല്ലേ. അതുപോലെ ലംബകം, സമപാർശ്വ ലംബകം, ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ഈ 6ാമത്തെ യൂണിറ്റിലാണ്. ചതുർഭുജങ്ങളുടെ നിർമ്മിതി, അവരുടെ ഷേപ്പ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഷേപ്സ് അറിയാൻ വേണ്ടി മാത്രം, വേറെ ഒന്നും നോക്കണ്ട. എങ്ങനെ ചതുരം വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ സമചതുരം വരയ്ക്കണമെന്നോ അതൊന്നും നമുക്ക് വേണ്ട. ഷേപ്സും അവരുടെ പേരും അറിയാൻ വേണ്ടി മാത്രം അതൊന്ന് മറിച്ചു നോക്കുക. അല്ലാതെ അതിനകത്തുള്ള കൺസ്ട്രക്ഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മളോട് ഒരിക്കലും 3 മാർക്കിന് ത്രികോണം നിർമ്മിക്കൂ അല്ലെങ്കിൽ 4 മാർക്കിന് സമചതുരം നിർമ്മിക്കൂ എന്ന് പറയത്തില്ല. അതുകൊണ്ടല്ല, ഒരു അംശമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ അംശബന്ധത്തിന്റെ ബാക്കി തന്നെയാണ് ഇത്. ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ ചതുർഭുജത്തിന്റെ പരപ്പളവ്, ഇത് നോക്കണം കേട്ടോ. ഇതിനകത്തുള്ള ബോക്സസ് കൃത്യമായിട്ട് നോക്കുക, എക്സാമ്പിളും കൃത്യമായിട്ട് നോക്കുക ആവശ്യമുണ്ട്. കാരണം ഇതിനകത്തുള്ള ഇമേജസ് അതുപോലെ നമ്മുടെ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അടുത്തത് ന്യൂനസംഖ്യകൾ. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പുതിയ സംഖ്യകൾ പഠിച്ചോ? ന്യൂനസംഖ്യകൾ. പിന്നെ സ്ഥിതിവിവര കണക്ക്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, സമയം കിട്ടുമ്പോൾ ഒന്ന് മറിച്ച് നോക്കുക. സ്ഥിതിവിവര കണക്കെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്, അത് 9ാം ക്ലാസ് ആണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിനേക്കാൾ പ്രാധാന്യമുള്ള ടെക്സ്റ്റ് ബുക്ക്, അല്ലെ? ഇപ്പൊ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും 10ാം ക്ലാസ്സിനേക്കാൾ ബുദ്ധിമുട്ടാം, കൂടുതലായിട്ട് പഠിക്കാനുള്ള കണ്ടന്റ് എവിടെയാണ്? 9ാം ക്ലാസ്സിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷകളിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഒരു 10th ലെവൽ പരീക്ഷകളിൽ അല്ലെങ്കിൽ 12th ലെവൽ പരീക്ഷകളിൽ പോലും 9ാം ക്ലാസ്സിലെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് നോക്കാം. പരപ്പളവ് ഉറപ്പായിട്ടും നോക്കണം കേട്ടോ. കുറച്ചധികം പരപ്പളവുകളെ കുറിച്ച് ആ യൂണിറ്റ് പഠിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ദശാംശ രൂപങ്ങൾ, നമ്മൾ 6ാം ക്ലാസ്സിൽ ദശാംശം പറഞ്ഞ ഓർമ്മയുണ്ടോ? അവിടെ പഠിച്ചതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ഇവിടുത്തെ ചോദ്യങ്ങൾ. ഇവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും നമ്മുടെ LGC നിലവാരത്തിലുള്ള പരീക്ഷകളിൽ വരാറുള്ളത്. ഇപ്പൊ LGS 10th പ്രിലിംസ് പോലെയുള്ള പരീക്ഷകളിൽ നമ്മൾ 6ാം ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ കിട്ടുമെങ്കിലും, എന്നാൽ നമ്മുടെ LGC പരീക്ഷകളിൽ ഇത് ചോദിക്കത്തില്ലെന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് എന്താണ് 9ാം ക്ലാസ്സിലെ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് കിട്ടാറുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഉള്ളത് സമവാക്യ ജോഡികൾ. 8ാം ക്ലാസ്സിൽ സമവാക്യങ്ങൾ പഠിച്ചില്ലേ? അത് ജോഡികളായിട്ട് വരും. 2 ഡാറ്റ തന്നിട്ടേ, അതായത് 5 പുസ്തകങ്ങൾക്കും 3 പേനകൾക്കും കൂടി 50 രൂപ, അതുപോലെ 8 പുസ്തകങ്ങൾക്കും 4 പേനകൾക്കും കൂടി 108 രൂപ. ഇതിൽ നിന്ന് ഒരു പുസ്തകത്തിന്റെ വില എത്ര? 2 കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കുക. അത്തരം ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. അപ്പൊ ഈ യൂണിറ്റിൽ കിടക്കുന്ന പഠിക്കണമെന്നോ അതിനകത്തുള്ള മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ ഞാൻ പറയത്തില്ല. അതിനകത്തുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചെയ്തു പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അതാണ് സമവാക്യ ജോഡികൾ. പുതിയ സംഖ്യകൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നെഗറ്റീവ് സംഖ്യകൾ പഠിച്ചില്ലേ, അതിന്റെ അടുത്ത രൂപമാണ്. നെഗറ്റീവ് സംഖ്യകളുടെ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഇതിനകത്ത് ചെയ്യിക്കുന്നുണ്ട്, ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഈ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത്
ഈ പുതിയ സംഖ്യകൾ എന്ന് ടൈറ്റിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ അതുവരെ പഠിച്ചതല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടാവും. അപ്പൊ അവരെ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്യുക. പിന്നെയുള്ളത് വൃത്തങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സംഖ്യകൾ 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ പുതിയ സംഖ്യകളിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതാണ് ഞാൻ എടുത്തു പറയാൻ വന്നേ. പുതിയ സംഖ്യകൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ 9ാം ക്ലാസ്സിൽ പുതിയ സംഖ്യകൾ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചില സംഖ്യകൾ √2, പൈ, അതായത് പ്രോപ്പറായിട്ട് നമുക്ക് വാല്യൂസ് കണ്ടെത്താൻ പറ്റാത്ത ചില വാല്യൂസ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ പൈയുടെ പ്രോപ്പറായിട്ടുള്ള വാല്യൂ എത്ര, പൈയുടെ യഥാർത്ഥ മൂല്യം എത്ര എന്ന് നമുക്ക് ഇതുവരെ പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല അല്ലെ. അപ്പൊ അത്തരം ചില സംഖ്യകളുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേര് അഭിന്നക സംഖ്യകൾ എന്നാണ്. ഓക്കെ, ഭിന്നക സംഖ്യകളും അഭിന്നക സംഖ്യകളും. അതിനകത്ത് ഈ അഭിന്നക സംഖ്യകൾ എവിടെ, ഈ 9ാം ക്ലാസ്സിലെ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ അഭിന്ന സംഖ്യകൾ നമുക്ക് പൊതുവെ അഭിന്നക സംഖ്യകളെന്നോ പുതിയ സംഖ്യകളെന്നോ സിലബസിൽ തരാറില്ല. പക്ഷേ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് സംഖ്യകളുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ താഴെ തന്നിട്ടുള്ളവയിൽ ഒറ്റയാൻ ആരാണ്, താഴെ തന്നിട്ടുള്ളതിന്റെ വില എന്താണ്, അത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ 8ാം ക്ലാസ്സിലെ പുതിയ സംഖ്യകൾ പോലെ തന്നെയാണ് 9ാം ക്ലാസ്സിലെ പുതിയ സംഖ്യകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ നെഗറ്റീവ് സംഖ്യകളെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്തെടുത്തതുപോലെ തന്നെ ഇവിടെ ആരെ കൂടി പരിഗണിക്കുക, ഇവിടെ ഇറാഷണൽ നമ്പേഴ്സിനെ കൂടി, അഭാജ്യ സംഖ്യകളെ കൂടി പരിഗണിക്കുക. പിന്നെ വരുന്നത് വൃത്തങ്ങൾ. ഇവിടുത്തെ വൃത്തങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോട്ടാ. ഇവിടുത്തെ വൃത്തങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പതിവായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ഇവിടെ സമാന്തര വരകൾ. നമ്മൾ നേരത്തെയും പറഞ്ഞതാ, സമാന്തര വരകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുക, അവിടുത്തെ കോണുകളുടെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. എന്റെ സൈഡിൽ കൂടെ ഒന്ന് ബോക്സസിലൂടെയൊക്കെ ഒന്ന് കണ്ടങ്ങ് പോവാം. അപ്പൊ നമുക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെയാണെന്ന് ആ ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, പിന്നെ വരുന്നത് സദൃശ ത്രികോണങ്ങൾ, ത്രികോണങ്ങളുടെ സാദൃശ്യം. അത് പൊതുവെ നമുക്ക് രണ്ട് സദൃശ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്ത് എന്നുള്ള രീതിയിലൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ട് അതിനത്ര പ്രാധാന്യം കണ്ട് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ബഹുപദങ്ങൾ. ബഹുപദങ്ങൾ എന്ന് വെച്ചാൽ പോളിനോമിയൽസ് എന്ന് നമ്മൾ പറയും. പോളിനോമിയൽസ് സോൾവ് ചെയ്യുക. P(x) = ഇത്രയാണെങ്കിൽ P(1) എത്ര, P(0) എത്ര, ഒരു പോളിനോമിയലിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ശിഷ്ടം എത്ര, അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ. തുടങ്ങുന്നത് ഇവിടെയാണ് കേട്ടോ. ക്ലാസ്സിലെ 8ാമത്തെ യൂണിറ്റ് ബഹുപദങ്ങൾ ഉറപ്പായിട്ട് പഠിക്കുക. അടുത്ത് പറയുന്നു വൃത്തങ്ങളുടെ അളവുകൾ. ഇതിലൂടെ ഓടി പൊക്കോളൂ. വൃത്തങ്ങളുടെ ഏരിയ, വൃത്തങ്ങളുടെ ചുറ്റളവ് അല്ലെ, അതിനെ നമ്മൾ വൃത്തപരിധി എന്നൊക്കെ പറയും. വൃത്തത്തിന്റെ കേന്ദ്ര കോൺ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സൂചിപ്പിക്കുക. അപ്പൊ അത് നോക്കിക്കോണം. പിന്നെ വരുന്നത് രേഖീയ സംഖ്യകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സംഖ്യാരേഖ. സംഖ്യാരേഖയിൽ 0 നിന്ന് 5 വരെയുള്ള അകലം എത്ര, 5 നിന്ന് -4 അകലം എത്ര, അതുപോലെ (x-2) (x+4) = 10, x-ന്റെ വില എത്ര, ഇങ്ങനത്തെ ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതെവിടെയാണ്? ഈ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ്, 9ാം ക്ലാസ് കേട്ടോ. പിന്നെയുള്ളത് സ്തംഭങ്ങൾ. 3D ജോമെട്രി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ കേട്ടോ. സ്തംഭങ്ങൾ നമ്മുടെ ചതുരക്കട്ട, സമചതുരക്കട്ട, അങ്ങനെയുള്ള സംഖ്യകളൊക്കെ നമുക്ക് തുടങ്ങും. വൃത്തസ്തംഭം, ഇതൊക്കെ ഇവിടെയാണ് സ്തംഭങ്ങൾ. പിന്നെയുള്ളത് അനുപാതം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു അംശബന്ധത്തിന്റെ കാര്യവും അനുപാതവും ഒക്കെ പറഞ്ഞില്ലേ, അതിന്റെ ബാക്കിയാണിത് കേട്ടോ. ഉറപ്പായിട്ടും പഠിച്ചു പറ്റൂ. അപ്പൊ 7 പറഞ്ഞിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ തുടക്കം മുതൽ അനുപാതം നോക്കി വരും, ഉറപ്പായിട്ടും പഠിച്ചേ മതിയാവും. ഇവിടെ കണക്കുണ്ട്, ഇത് വേണമെന്നില്ല. സമയം കിട്ടുമ്പോൾ വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സമാന്തര ശ്രേണികൾ. ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ചോദ്യങ്ങൾ, SSLC പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഒക്കെ നമ്മുടെ PSC കോപ്പി എടുത്ത് നമുക്ക് തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വിട്ടുകളയരുത്, പഠിക്കണം. ഓക്കെ, വൃത്തങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിനകത്ത് കയറി ഒന്ന് വായിച്ചു വെക്കോ, ബോക്സസ് ഒക്കെ ഒന്ന് നോക്കി പൊക്കോ കേട്ടോ. അതിനകത്ത് ചില കോണുകളുടെ സ്ഥാനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പലപ്പോഴും LDC പരീക്ഷകളിലൊന്നും ആവശ്യം വരാറില്ല. ഓക്കെ, ഗണിതം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തൊരു സംഗതിയാണ് പ്രോബബിലിറ്റി, സാധ്യത. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ പരീക്ഷകളിൽ വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എന്നാൽ ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ തന്ന് നമ്മളെ പറ്റിക്കാറുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചേ പറ്റൂ. അടുത്ത 2ാം കൃതി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ.
ഓക്കെ, അത് നമ്മൾ നേരത്തെ സമവാക്യ ജോഡികൾ പറഞ്ഞില്ലേ, അതിന്റെ അടുത്ത വേർഷനാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതായത് x² - 2x + 3 = 0. അതിനകത്ത് എക്സിന്റെ മൂല്യം കണ്ടെത്താമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അതിനകത്ത് മൂല്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്, എത്ര മൂല്യം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അതും നല്ലൊരു യൂണിറ്റ് ആണ്, പഠിച്ചോണം. പിന്നെ ത്രികോണമിതിയാണ്. ത്രികോണമിതിക്കകത്ത് നമുക്കതിനകത്ത് സൈൻ, കോസ്, ടാൻ പോലെയുള്ള സംഗതികളൊന്നും ആവശ്യമില്ല. അതിന്റെ തുടക്കത്തിൽ ഈ കോണുകൾ തമ്മിലുള്ള അംശബന്ധം, ഒരു മട്ടത്രികോണത്തിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2, അതുപോലെ 1:1:√2 എന്ന തരത്തിലൊക്കെ കുറച്ച് അംശബന്ധങ്ങളും, അതുപോലെ പൈതഗോറസ് തിയറം എങ്ങനെയാണ് നമ്മൾ മട്ടത്രികോണത്തിൽ ഉപയോഗിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചോണം, ആവശ്യമുണ്ട്. പിന്നെ വരുന്നത് സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു പ്രതലത്തിൽ ഒരു ബിന്ദു മാർക്ക് ചെയ്തിട്ട് അതിന്റെ x കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 3, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ബിന്ദു മാർക്ക് ചെയ്തിട്ട് അതെന്താണ്, അല്ലെങ്കിൽ രണ്ട് ബിന്ദുക്കൾ തന്നിട്ട് ഇവർ തമ്മിലുള്ള അകലം എന്താണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനിയും കാണും. ഇതെവിടെയാണ്? സൂചക സംഖ്യകളിലാണ് തുടങ്ങുന്നത്, പഠിച്ചേ പറ്റൂ. ഇതിന്റെ തന്നെ ബാക്കി 3ാമത്തെ യൂണിറ്റ് ജ്യാമിതിയും ബീജഗണിതവും, ഈ സൂചക സംഖ്യകളുടെ ബാക്കിയാണ്. ഈ 2 യൂണിറ്റും മസ്റ്റ് ആയിട്ട് നോക്കിയേ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് തൊടുവരകൾ നമുക്ക് അധികം ആവശ്യമില്ലാത്ത യൂണിറ്റ് ആണ്, അതിലെ കൂടെ അങ്ങനെ പോകണമെന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഘനരൂപങ്ങൾ, നമ്മുടെ 3D ജിയോമെട്രിയുടെ ബാക്കിയാണ്, പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ബഹുപദങ്ങൾ യൂണിറ്റ് 9ാം ക്ലാസ്സിലെ പോളിനോമിയലിന്റെ ബാക്കിയാണ്, മസ്റ്റ് ആയിട്ട് പഠിക്കണം, പഠിച്ചേ തീരുള്ളൂ, പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ 10ാം ക്ലാസ്സിലെ സ്ഥിതിവിവര കണക്ക് നിങ്ങൾ പഠിക്കേണ്ടെന്ന് ഞാൻ പറയൂല, അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ യൂണിറ്റ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണക്ക് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട യൂണിറ്റ്. മസ്റ്റ് ആയിട്ട് ഇത്രയും നോക്കിയിരിക്കണം, നോക്കിയേ മതിയാവൂ. സമയമെടുത്ത് അതിനൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു ദിവസം ഇത്ര എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്തുള്ള ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. വെറുതെ വായിച്ചു വിടലല്ല, ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ എടുത്തു വെച്ച് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, കൂടുതൽ സമയം കൊടുക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് സഹായമാവും, ഉറപ്പ്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വന്നോളൂ, ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.